ഇനിയ പൊൻ നിലാവേ പൊൻ ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് നമ്മുടെ സുകുവേട്ടൻ്റെ ചായക്കടയിലേക്കാട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സുകുവേട്ടൻ ആരാന്ന്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്ന ഒരു ചായക്കടയാട്ടോ ഈ സുകുവേട്ടൻ്റെ ചായക്കട. അപ്പോൾ ഇതുള്ളത് നമ്മുടെ വയനാട് ജില്ലയിലെ ചേകാടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ചേകാടിയിൽ നിന്ന് പാൽവെളിച്ചത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ സുകുവേട്ടൻ്റെ കുഞ്ഞു ചായക്കടയുള്ളത്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ സുകുവേട്ടൻ്റെ ചായക്കട. അപ്പോൾ ഈ ചായക്കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുല്ലുകൊണ്ടുള്ള മേൽക്കൂരയും മണ്ണ് കൊണ്ടുള്ള ഭിത്തിയൊക്കെ ആട്ടോ. ഒരു കുഞ്ഞു ചായക്കട, അടിപൊളി ആംബിയൻസ് ആണ്, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, ചുറ്റും വയലും പുഴയൊക്കെ ആയിട്ട് അടിപൊളിയാട്ടോ. വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ ചായക്കടയ്ക്ക്. ഇപ്പോഴും പക്ഷേ ആ പഴമയിൽ തന്നെയാണ് ഈ കടയുള്ളത്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ കടയുടെ മുന്നിൽ തന്നെ മൃഗങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി കറണ്ട് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആനയും കടുവയും കാട്ടുപോത്തൊക്കെ വരുന്ന ഒരു സ്ഥലമാട്ടോ. അപ്പോൾ നമ്മുടെ സുകുവേട്ടൻ്റെ ചായക്കടയിൽ എപ്പോഴും തന്നെ നല്ല തിരക്കായിരിക്കും കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ പ്രകൃതി തന്നെയാട്ടോ. ചുറ്റും വയലും നല്ല തണുപ്പൊക്കെ ഉള്ള അടിപൊളി അന്തരീക്ഷമാണ്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാ ഉള്ളിലേക്ക് പോകുമ്പോൾ വലിയ കടയൊന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞു ചായക്കടയാണ്. പക്ഷേ അടിപൊളിയാണ് അവിടുത്തെ ആംബിയൻസ് ഒക്കെ. പുറത്തേക്കൊക്കെ നോക്കി അടിപൊളിയാണ്, വയലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചായയൊക്കെ നല്ല വിറകിൻ്റെ അടുപ്പിൽ തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സാധാരണഗതിയിൽ ഇവിടെ തിരക്ക് വരുന്നത് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതാ ഞങ്ങൾക്കുള്ള ചായയൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോയപ്പോൾ അവിടെ പഴംപൊരിയും നെയ്യപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ രാവിലെ സമയങ്ങളിൽ ഇവിടെ പുട്ടും ദോശയും പൂരിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഉച്ചയ്ക്ക് സമയത്തൊന്നും അത് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ വിറകിൻ്റെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ എത്ര നേരം ഇരുന്നാലും നമുക്കൊരു മടുപ്പൊന്നും തോന്നില്ല കേട്ടോ, തിരികെ പോകാനും തോന്നില്ല. അതിനുള്ള കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കടുപ്പത്തിലുള്ള ചായയൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഈ കട തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും അവർ ആ പഴമ നിലനിർത്തുന്നത് തന്നെയാണ് അവരുടെ വിജയം. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരെ ഇങ്ങനെ ആകർഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പുല്ലുകൊണ്ട് മേഞ്ഞ ചായക്കടയൊന്നും കാണാൻ തന്നെ ഇല്ല. അപ്പോൾ ഇത് കാണുമ്പം എല്ലാവർക്കും തന്നെ ഒരു കൗതുകമായിരിക്കും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സുകുവേട്ടൻ. അപ്പോൾ സുകുവേട്ടൻ്റെയാണ് ഈ ചായക്കട. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സുകുവേട്ടനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടുന്ന് തിരികെ പോകാനൊന്നും തോന്നുന്നില്ലായിരുന്നു. പിന്നെ സമയം കുറേ വൈകിയതുകൊണ്ട് ഞങ്ങൾ തിരികെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയ പൊൻ നിലാവേ പൊൻ നില